ഹായ് ഫ്രണ്ട്സ്, പ്രത്യേകിച്ച് ഒരു ലുക്കും എല്ലാം കുളിച്ചു മുടിയിട്ട് വന്നിരുന്നതാണ്. ഇന്നൊരു ജേണൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ബുക്ക് എടുത്തിട്ടുണ്ട്. ഈ ജേണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജേണലിന് സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം ഈ ജേണലിൽ നമ്മൾ ആഡ് ചെയ്യുന്നതെല്ലാം എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ കാർഡ് ആഡ് ചെയ്യാൻ പറ്റില്ല. ബർത്ത്ഡേ കിട്ടിയ കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് ഒരു ചെറിയൊരു ഇതുണ്ടാക്കി നമ്മൾ ജേണൽ ചെയ്യാൻ പോകും. അപ്പോൾ ജേണൽ ചെയ്താൽ അപ്പോൾ രമണ, ഇന്നത്തെ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയിട്ടുള്ള ഈ വിഷസ് കാർഡുകളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് എൻ്റെ ജേണൽ ബുക്കിലൊന്ന് ഒട്ടിക്കുക. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി ജേണൽ ബുക്കിൻ്റെ ഫസ്റ്റ് ഒരു പേജ് ബാക്കി ഉണ്ടായിരുന്നു, അതെടുത്ത് ഞാൻ വെച്ചു. അതിൽ മന്തൊക്കെ എഴുതി ഒന്ന് സെറ്റായിക്കൊണ്ട് വന്നു. പക്ഷേ ആ പേജ് ഞാൻ എടുത്തതേ ഇല്ല. കാരണം ഇത് ഒരു പേജ് ഉൾക്കൊള്ളുന്ന സാധനമല്ല, 2 പേജ് വേണം. അപ്പോൾ ഞാൻ അടുത്ത പേജ് എടുത്തു. ഈ പേജിൽ പക്ഷേ ഞാൻ ഇതെല്ലാം ഒട്ടിക്കുന്ന വീഡിയോസ് ഒന്നും ഇല്ല കേട്ടോ. കാരണം പലതും പല ഐഡിയാസ് വെച്ച് ഞാൻ ഒട്ടിച്ചതാണ്. അതുകൊണ്ട് ഫൈനൽ ഔട്ട്പുട്ട് എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഞാൻ ആദ്യം കാണിച്ച കാർഡാണ് ഇതിനെല്ലാം മെഷർമെൻറ്റിനൊക്കെ എടുത്തത്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. അത് അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. അത് ആദ്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. എന്തായാലും അവസാനം ഞാനത് പറയാം കേട്ടോ. അപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് കിട്ടുള്ളത്. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? ഇത് രാത്രി ഞാനിരുന്ന് ചെയ്ത് കേട്ടോ. രാത്രി ഉറക്കമൊന്നും വരാത്തപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പരിപാടികൾ. അപ്പോൾ സംഭവം പൊളിയായിട്ടില്ലേ? ഇനി എനിക്ക് പറ്റിയ അബദ്ധം പറയാം. ഞാൻ ആദ്യം അളവ് കാണിച്ച കാർഡുണ്ടല്ലോ, അത് ഞാനത് ഒട്ടിച്ചതേ ഇല്ല. ഞാൻ ആ കാര്യമേ വിട്ടുപോയി. കാരണം പിറ്റേന്ന് രാവിലെ ഞാൻ ഇതെടുത്ത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ ആ കാർഡിൻ്റെ കാര്യം ചിന്തിക്കുന്നത്. പിന്നെ ഈ കാർഡ് എവിടെ വെക്കും? ഇതിന് വെക്കാൻ ഇവിടെ സ്പേസേ ഇല്ല. എന്നാൽ പിന്നെ അത് അവിടെ കിട്ടുമെന്ന് വിചാരിച്ചു. അപ്പോൾ എവിടെ പോകത്തില്ലല്ലോ. അപ്പോൾ എങ്ങനെയുണ്ട് ഔട്ട്പുട്ട് എന്ന് പറയണേ. ഓക്കെ, ബൈ.